അസ്സലാമു അലൈക്കും യാ അയ്യുഹത്തുല്ലാബ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് പേജ് നമ്പർ 18, ഒരു ചെറിയ നഷീദ, മദാരിസുന. കഴിഞ്ഞ ക്ലാസ്സിൽ മാം പറഞ്ഞിരുന്നു നമ്മുടെ കുരുവി പാടിയ മനോഹരമായ പാട്ട്. നമുക്കൊന്ന് പാടി നോക്കാം. മാമിൻ്റെ കൂടെ മക്കളും പാടുക. മദാരിസുന. മദാരിസുന മനാസിലുന, മദാരിസുന മസാരിഉന, മദാരിസുന മലാഇബുന, മദാരിസുന മഖാസിദുന. നമുക്കതിൻ്റെ മീനിങ് ഒന്ന് പറഞ്ഞാലോ? മദാരിസുന, മദാരിസുന എന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്കൂളുകൾ. എന്താണ് ഞങ്ങളുടെ സ്കൂളുകൾ? എന്താണെന്ന് അവർ പറയണത്? ഞങ്ങളുടെ സ്കൂളുകൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടുകൾ പോലെയാണ്. പിന്നെ ഞങ്ങൾ അവിടെ എന്ത് ചെയ്യും? അവിടെ ഞങ്ങൾ കൃഷി ചെയ്യും, ചെടികൾ വെച്ച് നടും. പിന്നെ ഞങ്ങൾ എന്താണ്, ഫലങ്ങൾ നൽകുന്ന തൈകളും ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? അവിടെ നടാറുണ്ട്. പിന്നെ എന്താണ്, ഞങ്ങളവിടെ കളിക്കും. അവിടെ ഞങ്ങൾക്ക് കളിസ്ഥലം കൂടിയാണ്. ഞങ്ങളെല്ലാവരും കൂടി കളിക്കുകയും ചെയ്യും. പിന്നെയോ ഞങ്ങളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് എവിടേക്ക് പോകുന്നത്? ഞങ്ങളുടെ സ്കൂളിലേക്ക് പോകുന്നത്. ആരാണ് പറയുന്നത് ഇത്? നമ്മുടെ കുരുവി പാടിയ മനോഹരമായ പാട്ട്. കുരുവി പാടിയ ഈ പാട്ട് മക്കൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായില്ലേ? മക്കൾ എന്ത് വേണം? ഒന്ന് പാടി നോക്കണം കേട്ടോ ഈ പാട്ട്. നെക്സ്റ്റ് പേജ് നമ്പർ 82. ചിത്രം കണ്ടില്ലേ? എന്താണ് ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്? ആയത്തത്തിൽ മുദരിസത്തു ഹദിയത്തൻ ലി നാദിറിൽ മദ്രസത്തിൽ ഹിർഷ്. നമ്മുടെ നാദിറിൽ മദ്രസത്തിന് ടീച്ചർ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് എന്താ പറയണത്? തഫല്ലൽ, ദയവായി നൽകുക. ഹാദിഹിലെ ഹദിയത്ത്, ഇതെന്താണ്? ഇതൊരു സമ്മാനമാണ്. നിങ്ങളെന്ത് വേണം? ഈ സമ്മാനം ആർക്ക് കൊടുക്കണം എന്ന് പറയണത്? ആ പരിപാടിയൊക്കെ അവതരിപ്പിച്ച മൃഗങ്ങൾക്ക് നിങ്ങൾ ഇത് കൊടുക്കണം. അപ്പോൾ എന്താ നമ്മുടെ പ്രിൻസ് നാദിറുൽ മദ്രസത്ത് എന്താണ് പറയുന്നത്? ജസാക്കല്ലാഹു ഖൈറ. അല്ലേ? ദൈവം എന്ത് ചെയ്യും? നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അള്ളാഹു നിങ്ങൾക്കിതിനെ പ്രതിഫലം നൽകും. എന്തായിരിക്കും നമ്മുടെ ടീച്ചർ കൊടുത്ത സമ്മാനപ്പൊതിയിലെ? അതിലെന്താ ഉണ്ടായിരിക്കുക? നമുക്ക് നോക്കാം. ഫതഹൽ ഫീലു ഉൾബത്തൽ ഹദിയത്ത്. നമ്മുടെ ഫീലല്ലേ, നാദിറുൽ മദ്രസത്ത് എന്ത് ചെയ്തു? ആ ഉൾബത്ത് എന്ത് ചെയ്തു? പൊളിച്ചു നോക്കി. അപ്പോൾ അതിലെന്താ കണ്ടത്? നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജ് നമ്പർ 83. എന്താ ഉണ്ടായത് സമ്മാനപ്പൊതിയിലെ? ത്വാബത്ത്. ത്വാബത്ത് എന്ന് വെച്ചാൽ എന്താണ്? ബോൾ. ത്വാബത്ത് ബോൾ. പിന്നെയോ മിൽറബ്. മിൽറബ് എന്താണ്? ബാറ്റ്. മിൽറബുൻ ബാറ്റ്. ഉൾബത്തുൽ അൽവാൻ. എന്താ ഉൾബത്തുൽ അൽവാൻ? കളർ ബോക്സ്. എന്താണ് ഉൾബത്തുൽ അൽവാൻ? കളർ ബോക്സ്. കഅ്സുൻ. നിങ്ങൾ കേട്ടിട്ടില്ലേ കഅ്സ് എന്ന് പറഞ്ഞാൽ? എന്താ കഅ്സ് എന്ന് പറഞ്ഞാൽ? അത് തന്നെ, കഅ്സ് എന്ന് പറഞ്ഞാൽ ട്രോഫി അല്ലേ? കപ്പ്. കപ്പിനും കഅ്സ് എന്ന് പറയും, ട്രോഫിക്കും കഅ്സ് എന്ന് പറയും. നെക്സ്റ്റ് ഷംസിയത്തുൻ. എന്താ ഷംസിയത്ത് എന്നറിയോ നിങ്ങൾക്ക്? അംബ്രല്ല, കുട. ഷംസിയത്ത്. എന്താ വായിക്കുക? ഷംസിയത്ത്. ഇനി ആരൊക്കെയാണ് ഗിഫ്റ്റ് എടുത്തെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. നെക്സ്റ്റ് പേജ് നമ്പർ 84. നഖ്റഉ വ നക്തുബു. നമുക്ക് എന്ത് ചെയ്യാം? വായിക്കാം, എഴുതാം. ഓക്കെ, നമുക്ക് വായിക്കുകയും ചെയ്യാം, എഴുതുകയും ചെയ്യാം. അഖദൽ ലബിയു ഷംസിയത്ത്. എന്താണ് ലബി എടുത്തിട്ടുള്ളത്? ഷംസിയത്ത് അല്ലേ? ഷംസിയത്ത് എന്ന് വെച്ചാൽ അംബ്രല്ല, കുടയാണ് നമ്മുടെ ലബി എടുത്തത്. ഇനി അടുത്തത് അഹദൽ ഖിർദു. ഖിർദിൻ്റെ കയ്യിൽ എന്താ നിങ്ങൾ കാണുന്നത്? ബോളില്ലേ? അപ്പോൾ ബോളിന് എന്താ പറയുക അറബിയിൽ? ത്വാബത്തുൻ. എന്താ പറയുക? ത്വാബത്തുൻ. അപ്പോൾ നമ്മളവിടെ എന്ത് എഴുതണം? ത്വാബത്തുൻ. നെക്സ്റ്റ് പീക്കോക്കിലെ മയിലിനെ കാണാനുണ്ട്. അഹദ താവൂസു. താവൂസ് എന്തെടുത്തത്? കളർ ബോക്സ് അല്ലേ? കളർ ബോക്സിന് എന്താ അറബിയിൽ പറയാ? ഉൽബത്തുൽ അൽവാൻ. എന്താ പറയാ? ഉൽബത്തുൽ അൽവാൻ.
അടുത്ത പിക്ചർ കണ്ടോ നിങ്ങൾ? എന്താണ് ദിബിൻ്റെ കയ്യിലുള്ളത്? ബാറ്റാണ് അല്ലേ? ബാറ്റിന് എന്താ അറബിയിൽ പറയാ? മിൽറബ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? അഖദ ദിഅ്ബു. എന്താണ് ദിബിൻ്റെ കയ്യിലുള്ളത്? മിൽറബ്. മിൽറബ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് എന്താ ഉള്ളത്? നമ്മുടെ അർനബ്. അർനബ് എന്ന് വെച്ചാൽ റാബിറ്റ് അല്ലേ? അഖദൽ അർനബു. എന്താണ് എടുത്തത് നമ്മുടെ അർനബ്? കഅ്സ്. കഅ്സ് എന്ന് വെച്ചാൽ ട്രോഫി, കപ്പ്. കപ്പിനും പറയും ട്രോഫിക്കും പറയും കഅ്സ് എന്ന് കേട്ടോ. അപ്പോൾ എന്ത് വേണം? ഇത് എഴുതിയിട്ട് വായിക്കണം. നല്ല പോലെ എഴുതണം, നല്ല വൃത്തിയായിട്ട് എഴുതുക. ഓരോന്നും എടുത്തിട്ടുള്ള ഓരോ സാധനങ്ങളുടെയും പേരുകൾ നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ട് എഴുതാനും വായിക്കാനും പഠിക്കണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.